ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്സാണ്. പപ്പായ കൊണ്ട് അടയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1/2 കിലോ പപ്പായ കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തത്. പിന്നെ നമ്മൾ അതിലേക്ക് ചുക്കും ഏലക്കായും ജീരകവും കൂടി പൊടിച്ചെടുത്തത് 1.5 സ്പൂൺ, തേങ്ങ, അരിപ്പൊടി, പഞ്ചസാര, 2 സ്പൂൺ മൈദപ്പൊടി കൂടി ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് പരത്താൻ വേണ്ടിയിട്ട് ബേ ലീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ വഴനയിലാന്നും എടനയിലാന്നൊക്കെ പറയും. ഇതില്ലാന്നുണ്ടെങ്കിൽ വാഴയിലയിലും പരത്തിയെടുക്കാം. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഈ പപ്പായ ഒന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ പാനാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പപ്പായ ചേർത്ത് കൊടുക്കാം. ഞാൻ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടിയാൽ മതി. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ പൊടി നനച്ചെടുക്കുന്നത്. അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ അരിപ്പൊടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അരിപ്പൊടി ഉപയോഗിക്കുമ്പോഴാണ് ആ പപ്പായയുടെ ടേസ്റ്റൊക്കെ നമുക്ക് അട കഴിക്കുമ്പോൾ കിട്ടുള്ളൂ. ഗോതമ്പൊടി ആകുമ്പോൾ അത്രയും ആ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി തന്നെ ഇതിലേക്ക് എടുത്തത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവ് ഞാൻ ഇത് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. പഞ്ചസാര മധുരത്തിന് ചേർത്ത് കൊടുക്കണം. തീയൊന്ന് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കണം ഇങ്ങനെ. അപ്പോൾ കയ്യിലേക്ക് തെറിക്കുമ്പോൾ പൊള്ളുന്നുണ്ടത്. പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ ഇതിൽ അലിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 200 ഗ്രാം പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ആ ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറവ് മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതിൽ ശർക്കര ചേർത്താൽ ഇതിൻ്റെ കളറും ആ ടേസ്റ്റും കിട്ടില്ല. ഇതിന് പഞ്ചസാര തന്നെയാണ് ഈ അടയ്ക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. നമുക്കതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയുടെ അളവ് ഞാൻ പറയാം കേട്ടോ. ഇതൊന്ന് നോക്കിയിട്ട് വേണേ. ഇപ്പം ഞാൻ 1/2 കിലോ പൊടിയാണ് ആകെ എടുത്തേക്കുന്നത്. അതിലെത്ര ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പറയാം. നമുക്കിതിലേക്ക് ആ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മൈദപ്പൊടി. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അരിപ്പൊടി കുറച്ചുകൂടി വേണം. ചൂടോടെ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. മൈദപ്പൊടി ചേർത്തതും അടനക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തത്. നമ്മളുടെ പപ്പായയിലേക്ക് അരിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് അരിപ്പൊടി ഞാനൊരു 400 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 200 ഗ്രാം പഞ്ചസാരയും 400 ഗ്രാം അരിപ്പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം. ഇത് കുറച്ചെടുത്തിട്ട് ഒരു ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കയ്യിലേക്ക് ഒട്ടിപ്പോൾ വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കൈയൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇടയ്ക്ക് അങ്ങനെ വെള്ളം ഒന്ന് തൊട്ടിട്ട് പരത്തി കൊടുത്താൽ മതി. നൈസായിട്ട് പരത്തുക.
ഇതുപോലെ പരത്തിയിട്ട് ഇല നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എൻ്റെ തണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പിൽ അടായി. ഇതുപോലെ ഒരെണ്ണം കൂടി പരത്തി കാണിക്കാം. കുറച്ച് മാവെടുക്കുക, ഇലയിൽ വെച്ചിട്ട് കൈ ഒന്ന് വെള്ളം തൊട്ട് നൈസായിട്ട് പരത്തി കൊടുക്കുക. വെള്ളം തൊട്ടില്ല എന്ന് വെച്ചാൽ ഈ മാവ് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് ഒട്ടിപ്പോരും. അതുകൊണ്ടാണ് വെള്ളം തൊട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചാൽ ഇതേപോലെ ഒരു മടക്കി ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാവരും നമുക്ക് പരത്തിയെടുക്കാം. അടയൊക്കെ ഞാൻ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിൽ വെച്ച് നമുക്കിത് ആവിയിട്ട് വേവിച്ചെടുക്കാം. സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അട ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ വാഴയിലയുടെ തണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് ഇടയിലേക്കൊക്കെ ആവിയേറി മേലോട്ടുള്ള അട വെന്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ അട 20-25 മിനിറ്റോളം വെന്തതാണ്. നമുക്കതൊന്ന് തുറന്ന് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിനെ ഓരോന്നായി പാത്രത്തിലേക്ക് എടുക്കാം. അങ്ങനെ പപ്പായ അട റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായ ഒരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. അതുകൊണ്ട് ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.